വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന വില്ലൻ കഥാപാത്രത്തെ മലയാളക്കര മറക്കാനിടയില്ല. സിനിമയിൽ വില്ലനായിരുന്നെങ്കിലും ജീവിതത്തിൽ സാധുവായ മനുഷ്യനായിരുന്നു റാവുത്തർ എന്ന വിജയ രംഗരാജു. തെലുങ്ക്, മലയാളം സിനിമകളിലായി വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ മലയാളത്തിന്റെ സ്വന്തം റാവുത്തർ ഇന്നലെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഹൈദരാബാദിൽ സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അവസാന ശ്വാസമെടുത്തത്. ചെന്നൈയിൽ നാടകങ്ങളിലൂടെയാണ് അഭിനയ ജീവിതത്തിലേക്ക് തുടക്കമിടുന്നത്. പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത്. നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭൈരവദ്വീപം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. പ്രതിനായക വേഷങ്ങളിലാണ് അദ്ദേഹം തിളങ്ങിയത്. ഇടക്കാലത്ത് കരിയറിൽ ഇടിവുണ്ടായെങ്കിലും ഗോപിചന്ദിന്റെ യജ്ഞത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തി. തെലുങ്കിന് പുറമെ തമിഴിലും മലയാളത്തിലും അഭിനയിച്ച താരം ബോഡി ബിൽഡറും വെയ്റ്റ് ലിഫ്റ്ററുമായിരുന്നു. വിജയരംഗരാജുവിന്റെ മരണത്തിന് പിന്നാലെ വിയറ്റ്നാം കോളനിയുടെ പഴയ പത്രപരസ്യം കൂടി വൈറലാകുകയാണ്. AVM ഉണ്ണി ആർക്കൈവ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പഴയ പത്രപരസ്യം വിയറ്റ്നാം കോളനി ഇറങ്ങിയ സമയത്ത് റാവുത്തർ എന്ന വില്ലൻ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് ഈ റാവുത്തർ? കോളനിയെ കിടിലം കൊള്ളിക്കുന്ന ഈ റാവുത്തർ ആരാണെന്നും ആ നടന്റെ പേരും അഡ്രസ്സും എന്താണെന്നും ചോദിച്ചുകൊണ്ടുള്ള നിരവധി കത്തുകൾ ഞങ്ങൾക്ക് ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്കുള്ള മറുപടിയാണ് ഈ കത്ത്. ബോംബെ ഗുസ്തി ചാമ്പ്യനായ തമിഴ്നാട്ടുകാരൻ ശ്രീ രാജ്കുമാറാണ് വില്ലന്മാരിൽ വില്ലനായ ഈ റാവുത്തർക്ക് ജന്മം നൽകിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ അഡ്രസ്സും നൽകിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു 1993 വിയറ്റ്നാം കോളനി സിനിമയുടെ 61-ാം ദിവസം പുറത്തിറങ്ങിയ പത്രപരസ്യത്തിൽ പറയുന്നത്.